ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ചൈനീസ് ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചൈനീസ് സ്റ്റൈൽ മാഗി അല്ലെങ്കിൽ യിപ്പി റെസിപ്പിയാണ്. നമ്മളെപ്പോഴും നോർമലി ചെയ്യുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ യൂട്യൂബൊക്കെ റെഫർ ചെയ്ത് നോക്കിയതാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. സവാള എടുക്കുന്നുണ്ട്. സവാളയും അതുപോലെ തന്നെ ഒന്ന് ഒരു പച്ചമുളക് എടുത്തിട്ട് അതും ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിടുന്നുണ്ട്. ക്യാപ്സിക്കം ഉള്ളവർ ക്യാപ്സിക്കം എടുക്കാം കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് വിനേഗർ, ഹോട്ട് സോസ്, അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സോയ സോസും എടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റംസ് ആണ് കേട്ടോ. അത് മൂന്നും വിനീഗർ, ഹോട്ട് സോസ്, പിന്നെ ഡാർക്ക് സോയ സോസ്. ഹോട്ട് സോസ് ഇല്ലാത്തവർ റെഡ് ചില്ലി സോസ് എടുത്താലും മതി. അപ്പം ഞാനിവിടെ യിപ്പിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വന്ന ഈ ഇപ്പിയുടെ സംഭവം വെച്ചിട്ട് ഞാൻ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് മാറ്റി വെച്ചിരുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും യൂസ്ഫുള്ളായി. അപ്പോൾ അതെ, ഇതൊന്ന് ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നിടം വരെ ഞാനിതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടിയപ്പോഴത്തേക്കും ഞാനൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ നമ്മൾ പച്ചമുളകിന് പകരം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ മെയിനൊരു സംഭവം പറയാനുള്ളത്, ഗാർലിക്കിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. അപ്പം ഗാർലിക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് വഴറ്റി എടുത്താലും അതും നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ ഗാർലിക് എന്തായാലും ചേർത്തിട്ടില്ല. പകരം ഞാൻ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്യാരറ്റും സവാളയും പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ഒന്ന് ഇതിലേക്ക് ആഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇപ്പിയുടെ മസാല ചേർത്ത് കൊടുക്കുക. മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ സോസുകൾ, സോയാ സോസ്, വിനീഗർ, പിന്നെ ഡാർക്ക് സോയ സോസ്, ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസ് ഉള്ളവർ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ, ഹോട്ട് സോസിന് പകരം. അപ്പം ഞാൻ ഇത് മൂന്നും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ, ടേക്ക് കെയർ.